ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വീണ്ടും ഒരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് കൂത്തുപറമ്പിലുള്ള ദ ബിഗ് നഴ്സറി കായലോട്, കൂത്തുപറമ്പ് കായലോടിലാണ് ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഇല്യൂഷൻ പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി ഇങ്ങനെ യൂട്യൂബിലെല്ലാം വീഡിയോസ് കാണലുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോകണമെന്ന് വിചാരിച്ചിന്. അപ്പോൾ ഞാനും മക്കളെല്ലാം കൂടെ ഇങ്ങനെ ഇറങ്ങിയതാണ്. സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 5:30 മണിക്ക് അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത്. ഒരു 6 മണി അങ്ങനെ ആയിന് ഇവിടെ എത്തുമ്പോൾ. 8 മണി വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെടികളും തൈകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വിൽപ്പനക്ക് ഉള്ളതാണ്. പലതരം മാവുകൾ, പ്ലാവുകൾ അതെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു അത്ഭുതം ഉണ്ട് കേട്ടോ. ഒരു അത്ഭുതം എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ചക്ക എന്നാന്ന് തോന്നുന്നു പറഞ്ഞത്, കേരളത്തിലാന്ന് തോന്നുന്നത് വലിയ ചക്ക. അത് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇത് പലതരം മാവും തൈകൾ ഇതാ ഓരോന്നിൻ്റെ പേരും ഇതിൻ്റെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് വാങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു മരത്തിൻ്റെ മുകളിലൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഏറുമാടെന്നാ പറയാം, എന്താ പറയുക ഇനി. എൻ്റെ മക്കളും എല്ലാവരും ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഫോട്ടോ എല്ലാം എടുത്തിന്. ഞാനും കയറി എന്നിട്ട് ഫോട്ടോ എടുത്തിനെ. നല്ല രസമുണ്ട് കാണാൻ. അവിടെ മുകളിൽ കയറിയുന്ന അത്യാവശ്യം നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പോൾ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത്. മഴ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമുണ്ട് ഇതിൻ്റെ മുകളിൽ. സ്ലിപ്പാവുമോ എന്നുള്ളൊരു പേടിയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മേലെ കയറി ഫോട്ടോ എല്ലാം എടുത്ത്. അപ്പോൾ ഇതാണ് നമ്മളെ തലതിരിഞ്ഞിട്ടുള്ള ആ വീടിൻ്റെ ഷേപ്പിലുള്ള ആ ഇല്യൂഷൻ പാർക്ക്. ഇപ്പം എല്ലാം തലതിരിഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളത്. ഇതാ കാറ് കണ്ട, കാറ് തലതിരിഞ്ഞിട്ട് മുകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനും മക്കളും ഹസ്ബൻഡും അപ്പോൾ ഞങ്ങളാണ് വന്നത്. അപ്പോൾ മോന് ഈ കാറ് കണ്ടിരുന്ന തന്നെ ഒരു അത്ഭുതം പോലെയുണ്ട്. ഉമ്മ കാറെന്താ ഇങ്ങനെ മേലെ മേലെ എന്ന് പറയുന്നുണ്ട്. തലയിൽ വീഴുമോ എന്നുള്ള പേടി കൊണ്ടാണ്. കുറേ പറഞ്ഞിട്ടാണ് അവന് അകത്തേക്ക് കയറിയത്. അപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് 100 രൂപയാണ്. ഒരാൾക്ക് 100 രൂപയിൽ എൻട്രി ഫീ കൊടുത്തിട്ട് ഇവിടെ കയറാൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അത്യാവശ്യം ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യം ഉള്ളിൽ കയറിയപ്പോൾ ഇതാണ് കണ്ടത്. ഇവിടെ മദർ തെരേസയുടെ ഒരു ഫോട്ടോ ഇങ്ങനെ 2 സൈഡിൽ നിന്ന് 2 വിധത്തിൽ കാണാം. പിന്നെ ഇവിടെ ഉള്ളത് ഒരു കിണറുണ്ട്. പിന്നെ കണ്ടത് ഒരു കിണറാണ്. അനന്തമായിട്ടുള്ള ഒരു കിണർ എന്ന് പറഞ്ഞത്. അതായത് നല്ല ആയം തോന്നിക്കും, പക്ഷേ അത്ര ആയമൊന്നുമില്ല. നമ്മുടെ കൂടെ ഒരു ഗൈഡ് കൂടെ വരുന്നുണ്ട്. അവർ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു ഇങ്ങനെ ഗാന്ധിജിയുടെ ഫോട്ടോ ആണ്. ഇങ്ങനെ കുറച്ച് ശ്രദ്ധിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും ഗാന്ധിജി. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ, ഈ കുട്ടിയുടെ ഫോട്ടോ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കരയും പോയി, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് ചിരിക്കുന്നതായിട്ട് കാണും. പിന്നെ ഇവിടെ ഇങ്ങനെ ഉണ്ടാ ഒരു ഭാഗത്ത് സമചതുരം, ഇപ്പുറത്തെത്തുമ്പോൾ അത് ത്രികോണമായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഇപ്പുറം ഒരു മിററിൽ ഇവിടെ പകുതി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ആളായിട്ട് ഇങ്ങനെ കാണാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുക. ഇത് കണ്ട 3 സ്ത്രീകൾ നിന്നതായിട്ടാണ് കാണുന്നത്. കുറച്ച് ദൂരെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതൊരു ആണിൻ്റെ മുഖമാണ് കാണുന്നത്. പിന്നെ ഇതുപോലെ ഓരോ ഫോട്ടോ എടുക്കാനുള്ള അവിടെ ചുമരിൽ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എങ്ങനെ ഫോട്ടോ എടുക്കേണ്ടത് എന്നുള്ളതും. പിന്നെ ഇതുപോലെ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. പിന്നെ ഇങ്ങനെ ഉണ്ട് വീടിൻ്റെ മുകളിൽ നിൽക്കുന്ന വിധത്തിലുള്ള ഫോട്ടോ എടുക്കുക. അപ്പോൾ അതിന് ഇത് താഴെ തന്നെയാണുള്ളത്. നേരെ മുകളിലുള്ള മിററിൽ നമ്മളിങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പോലെയെല്ലാം കാണും. അപ്പോൾ അതുപോലത്തെ ഫോട്ടോ എല്ലാം എടുക്കാൻ പറ്റും. പിന്നെ സോഫയിൽ പിടിച്ച് നിൽക്കുന്ന പോലെയുള്ള ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ട് തലതിരിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യൂലേ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഫോട്ടോ കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അത്യാവശ്യം ഫോട്ടോ എല്ലാം എടുത്ത്. കാര്യമായിട്ട് അത് തന്നെയാണുള്ളത്. കുറച്ച് ഫോട്ടോ എടുക്കുക, കുട്ടികളെല്ലാം കൂട്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള എന്തായാലും ഉണ്ട്. എന്തോ രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുള്ള് അവിടെ പോയിട്ട് കുറേ ഫോട്ടോ എടുത്ത്. മെയിനായിട്ട് അതന്നെ കിട്ടിയ ചാൻസിന് തലങ്ങും വിലങ്ങും കുറേ ഫോട്ടോസ് എടുത്ത്. ഞങ്ങൾ പോലെ തന്നെ വേറെ കുറച്ച് ഫാമിലീസ് ഉണ്ടായിരുന്നു അവിടെ. വളരെയധികം തിരക്കൊന്നുമില്ല. പിന്നെ എൻ്റെ ബ്രദർ ഒരിക്കൽ പോയപ്പോൾ പറഞ്ഞു ഒരുപാട് ആളുടേനും. ഇപ്പം അങ്ങനെ ആളൊന്നുമില്ല.
ഇപ്പോൾ ഇവിടെ കണ്ട ഒരു 3D ഇമേജിലുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മുടെ കഴിവ് പോലെ പല വിധത്തിലുള്ള ഫോട്ടോസ് എടുക്കാം. അപ്പോൾ അവിടെ ലവ് എന്ന് എഴുതിയിട്ടൊരിത് അവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാം. ഇവിടെ കണ്ട ഒരു പാലവും പിന്നെ അടുത്ത് ഒരു ടൈഗർ. അതെല്ലാം നല്ല നമ്മളെ ഇഷ്ടത്തിന് നല്ല സെൻസിൽ നമുക്ക് വീഡിയോ ഫോട്ടോസ് എല്ലാം എടുക്കാം. ഞാൻ ഇതാ മുഹമ്മദിൻ്റെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ മോന് കയറി വന്ന് അപ്പോൾ നല്ല ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇതാ ഒരു മീനുണ്ട് ഇവിടെ. ഇതാ ഇങ്ങനെ അവിടെ കൈവെക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ മീനെ പിടിച്ച പോലെ ഇതാ അങ്ങനെ ഫോട്ടോ എടുക്കാം. അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. ഇതാ ഇവിടെ ഇതാ ഡോറിൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെയുള്ള. പിന്നെ ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്. അവിടെ നിന്നും ഫോട്ടോ എടുക്കാന്നുള്ളത് തന്നെയാണ്. പിന്നെ അത്യാവശ്യം രസമുണ്ട്. നമ്മുടെ കൂടെ തന്നെ ഒരു ഗൈഡ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട് കാര്യങ്ങൾ. ഒരു ചെറിയ അക്വേറിയം ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് ഒരു മ്യൂസിക്കൽ. ഇവിടെ വീണ്ടും ഒരു അക്വേറിയം ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള അക്വേറിയമാണ്. പിന്നെ ഇവിടെ പല വിധത്തിൽ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. അതുതന്നെയാണ് ഇവിടെ മെയിൻ. പിന്നെ ഒരു പിക്ചർ ഉണ്ട് അവിടെ. പിന്നെ പെയിൻറ്റും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് കാണിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ കുട്ടികളെല്ലാം അവിടെ നിന്ന് ഫോട്ടോ എടുത്തിന്. പിന്നെ ഒരു പൈപ്പ് പോലത്തെ ഒന്നിൻ്റെ ഉള്ളിൽ നമ്മൾ മുഖം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഇങ്ങനെ ഒരുപാടായിട്ട് കാണും. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്തു. പിന്നെ ഞാനിങ്ങനെ നടന്ന് വരുമ്പോൾ എൻ്റെ മുന്നിലൊരു കടുവ. അപ്പോൾ അങ്ങനെ പല വിധത്തിൽ നമുക്ക് ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കാം. പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതാ ആ വലിയ ചക്ക ഉണ്ട്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ചക്കയില്ല. അപ്പോൾ അവിടെ നിന്നും നിഷ്വ കുറേ ഫോട്ടോ എല്ലാം എടുത്തിന്. പിന്നെ അവിടെ പിന്നെ ചായ എല്ലാം കുടിക്കാനുള്ള ചെറിയൊരു സ്റ്റാളുണ്ട്. അവിടെ ഐസ്ക്രീമൊക്കെ. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ. പിന്നെ നമ്മൾ ഇതാ നേരത്തെ കണ്ട ഹട്ടില്ലേ മരത്തമ്മലുള്ള അത് അവിടെയും നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ഓർഡർ ചെയ്ത് പോയി. പിന്നെ കഷ്ടപ്പെട്ട് അത് തിന്ന് തീർക്കുകയും ചെയ്ത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബായ്.